വന്ദേ കന്യാം കുമാരീം യമദിശി ജലധേ കുലദേശേലസന്ധിം കോട്യാദിത്യപ്രകാശാം സുരഗണവിനുതാം സർവലോകപ്രപൂജ്യാം ഈശാനേ ബദ്ധചിത്താം പ്രഭൃതതരലസന്നാസികാമൗക്തികാഢ്യാം ഹസ്താബ്ജന്യസ്തഹാരാം ശ്രുതജനവരദാമേവ ബാലാംബികാം താം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക്, ഇന്നത്തെ യജ്ഞത്തിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ ഏകോനവിംശോധ്യായം 19-ാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് അവലോകനം ചെയ്യാനുള്ളത്. തലാദി ലോകങ്ങളെക്കുറിച്ചാണ് നാരായണ ഋഷി ഇവിടെ നാരദന് പറഞ്ഞു കൊടുക്കുന്നത്. പ്രഥമേ വിവരേ വിപ്ര അതലാഖ്യേ മനോരമേ മയപുത്രോ ബലോ നാമ വർത്തതേ ഖർവശർവകൃത്. അതലമെന്ന ഒന്നാമത്തെ മനോഹരമായ ഈ അധോലോകത്തിലെ മയപുത്രനും മഹാഗർവിഷ്ഠനുമായിട്ടുള്ള ബലൻ അവിടെ വസിക്കുന്നുണ്ട്. 96 മായാശക്തികളെ ആ ബലൻ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. സകല കാമങ്ങളും സാധിക്കാൻ അവയ്ക്ക് കഴിയും. അവയിൽ ചിലതെല്ലാം ഇന്നും ചില മായാവികൾക്കറിയാം. ബലശാലിയായിട്ടുള്ള ഈ ബലൻ നിവർന്ന് കൂട്ടുവായിടുമ്പോൾ 3 ലോകങ്ങളെയും മയക്കുന്ന അനേകം സ്ത്രീഗണങ്ങൾ അവൻ്റെ മുഖത്തിൽ നിന്നും ഉണ്ടാവണമെന്നാണ് പറയണത്. പുഞ്ചലികളും സ്വൈരണികളും കാമികളും എന്ന് പ്രസിദ്ധരായിട്ടുള്ള അവര് ഈ അധോലോകത്തിൽ ബിലത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാരെ രഹസ്യമായി വീര്യം നൽകുന്ന ഹാടകമെന്ന രസം നൽകി സംഭോഗ സമർത്ഥനാക്കിയിട്ട് തങ്ങളുടെ വിലാസം, കടാക്ഷം, അനുരാഗപൂർവമായ പുഞ്ചിരി, ആശ്ലേഷം, സംലാഭം, ശൃംഗാരജഷ്ടികളെ എന്നിവ കൊണ്ട് രമിപ്പിക്കണു. അങ്ങനെയുള്ളവരാണ് ആ സ്ത്രീകൾ. ആരാണോ അവരുടെ ഈ ഹാടകം എന്ന് പറഞ്ഞ രസം സേവിക്കുന്നത്, അവർക്ക് തന്നെക്കുറിച്ച് പല പ്രകാരത്തിലും അവർ വിചാരിക്കുന്നു. ഞാൻ ഈശ്വരനാണ്, സിദ്ധനാണ്, 10,000 ആനകളുടെ കരുത്തുള്ളവനാണ്, മഹാനാണ്, ഇങ്ങനെ മതാന്ധനെ പോലെ സ്വയം ഓരോന്നും പുലമ്പണു. അതലത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് പറയുന്നു. 2-ാമത്തെ ബിലം അധോലോകമായിട്ടുള്ള വിതലത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് പറയാം. ഭൂമിക്ക് കീഴെയുള്ള വിതലത്തിലെ ഭഗവാൻ ശിവൻ ഹടകേശ്വരൻ എന്ന പേരിൽ തൻ്റെ പാർഷദഗണങ്ങളാൽ പരിസേവിതനായിക്കൊണ്ട് ദേവാധിപൂജിതനായി പ്രജാപതി ചെയ്യുന്ന സൃഷ്ടിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ഭവാനി ദേവിയോട് കൂടിയിട്ട് വസിക്കുന്നുണ്ട്. അവരുടെ വീര്യത്തിൽ നിന്നുണ്ടായതാണ് ഹാടകി എന്ന ശ്രേഷ്ഠമായ സരിത്ത്. കാറ്റത്ത് ആളിക്കത്തുന്ന തീജ്വാല കൊണ്ട് അതിലെ വെള്ളം വറ്റുന്ന സമയത്ത് അതിൽ നിന്ന് ദൈത്യന്മാർക്ക് അത്യന്തം പ്രിയപ്പെട്ട ഹാടകം എന്ന സുവർണമുണ്ടാകണു. അതുകൊണ്ട് ദൈത്യാംഗനകൾ ആഭരണമുണ്ടാക്കി അണിയണു. ആ ബിലത്തിൻ്റെ കീഴായിട്ടാണ് ഈ ബിലങ്ങളിൽ വെച്ച്, അധോലോകങ്ങളിൽ വെച്ച് ഉത്തമമായിട്ടുള്ള സുതലം സ്ഥിതി ചെയ്യുന്നത്. വിരോചനപുത്രനും ഭഗവത് ഭക്തനുമായിട്ടുള്ള ബലി വാഴുന്നത് ഈ സുതലം എന്ന ബിലത്തിലാണ്. ദേവേന്ദ്രന് പ്രിയം ചെയ്യുന്നതിന് വേണ്ടി ത്രിവിക്രമനായി തീർന്ന ഭഗവാൻ ഹരിയാണ് ബലിയെ സുതലത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ത്രൈലോക്യശ്രീയെയും അപഹരിച്ചെടുത്തിട്ട് ദൈത്യരാജാവായി ഇവിടെ വാഴിച്ചു. അതോടെ ഇന്ദ്രാദിദേവന്മാർക്ക് പോലും അലഭ്യമായിട്ടുള്ള ഐശ്വര്യം ഈ മഹാബലിക്ക് ലഭ്യമായി. മഹാബലി ദേവദേവേശനായ ഹരിയെ ഭക്തിപൂർവം ഉപാസിക്കണു അവിടെ ഇരുന്നു കൊണ്ട്. അങ്ങനെ ഒരു ഭീതിയുമില്ലാതെ അദ്ദേഹം മഹാബലി സുതലാധിപനായിട്ട് ഇന്നും അതാ അവിടെ വാഴുന്നു എന്നാണ് പറയണത്. അർഹതയുള്ള അഖിലേശ്വരന് ഭൂമിദാനം ചെയ്തുകൊണ്ടുള്ള ഫലമാണ് ഇതെന്ന് മഹാത്മാക്കൾ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ
അത് ശരിയല്ല. ഭഗവാനായ വാസുദേവന് സകല പുരുഷാർത്ഥങ്ങളും നൽകാൻ കഴിവുള്ള ഹരിക്ക് ഭൂമി ദാനം ചെയ്തുകൊണ്ടുള്ള ഫലമാണ് ഇത് എന്നുള്ളത് ഒരു തരത്തിലും യുക്തമാവില്ല എന്നാണ് പറയണത് ഇവിടെ വ്യാസൻ. വിവശനായ ഒരുവൻ ഏത് ദേവന്റെ നാമങ്ങൾ ഉച്ചരിച്ചിട്ടാണോ കർമ്മബന്ധ സംബന്ധമായ ഗുണങ്ങൾ വേഗം ഇല്ലാതാക്കുന്നത്, കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാഖ്യയോഗാദി സാധനകളിലൂടെ യോഗികൾ അഖിലേശ്വരനായ ഏത് ദേവനെയാണോ ഉപാസിക്കുന്നത് ആ ഭഗവാൻ മായാമയമായ ഭോഗ ഐശ്വര്യങ്ങളാണ് നൽകുന്നത് എങ്കിൽ അത് നമുക്ക് നൽകുന്ന അനുഗ്രഹമാവുമോ? കാരണം അവയൊക്കെ സർവക്ലേശങ്ങൾക്കും ആദിക്കും കാരണമാണ്. അവ ആത്മാവിനെ വിസ്മരിപ്പിക്കുന്നു. സർവ ഉപായങ്ങളും അറിയാവുന്ന സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ആരോടാണോ മറ്റു മാർഗമില്ലാതെ യാചിച്ച് ശരീരമൊഴികെ സർവസ്വവും വ്യാജമായി അപഹരിച്ച് വരുണപാശം കൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ച് ഗിരിഗുഹയിലിട്ടത് ആ ബലി പറഞ്ഞു. ബൃഹസ്പതി മന്ത്രിയായുള്ള ഇന്ദ്രൻ വെറും മൂഢനാണ്. അത്യന്തം പ്രസന്നനായ ഹരിയോട് അദ്ദേഹം ലോകധനമാണല്ലോ യാചിച്ചത്. ഈ ത്രൈലോക്യാദ്യത്തെ ഐശ്വര്യങ്ങളെയെല്ലാം എത്ര നിസ്സാരമാണ്. ആശസ്സുകളുടെയെല്ലാം പ്രഭാവസ്ഥാനമായ ഭഗവാനെ വിട്ട് ഏതു മൂഢനാണ് ലോക വിഭവങ്ങളെ ആഗ്രഹിക്കുക? ഞങ്ങളുടെ പിതാമഹനും ഭഗവത് പ്രിയനുമായിട്ടുള്ള പ്രഹ്ലാദൻ വമ്പിച്ച പിതൃസമ്പത്ത് മുഴുവൻ നൽകാൻ ഭഗവാൻ വിഷ്ണു തുനിഞ്ഞു എങ്കിലും സർവലോകഹിതമായ ഹിതത്തിനു വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ദാസ്യമാണല്ലോ ആ പ്രഹ്ലാദൻ മുത്തച്ഛൻ സ്വീകരിച്ചത്. വീരനായ പിതാവ് മരിച്ചപ്പോൾ ഭഗവത് പ്രിയനായ പ്രഹ്ലാദൻ അത് ആഗ്രഹിച്ചില്ല. അതുലമായ അനുഭവത്തോടുകൂടി അവനും സർവലോകവും ബാധിക്കുന്നവനുമായിരിക്കുന്ന ഭഗവാൻ ഹരിയുടെ പ്രഭാവം നമ്മളെപ്പോലെയുള്ള അറിവില്ലാത്തതായിട്ടുള്ള ജനങ്ങൾക്കറിയാൻ കഴിയില്ല. ഇങ്ങനെ ദൈത്യവതിയും പരമപൂജനീയമായ ബലിയാണ് സുതലത്തിൽ വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദ്വാരപാലകൻ സാക്ഷാൽ ഹരി തന്നെയാണ്. ഒരിക്കൽ ദിഗ്വിജയം ചെയ്തുകൊണ്ട് ലോക ഭയങ്കരനായിട്ടുള്ള രാവണൻ സുതലത്തിൽ പ്രവേശിച്ചപ്പോൾ ഭക്താനുഗ്രഹ വ്യഗ്രനായിട്ടുള്ള ഹരി കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് അവനെ 10,000 യോജന ദൂരെ തോണ്ടിയെറിയുകയുണ്ടായി എന്ന് പറയുന്നു. ഈ വിധ മഹാത്മ്യമുള്ള മഹാബലി ദേവദേവനായ ഹരിയുടെ പ്രസാദത്താൽ സർവസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് സുതലത്തിലെ രാജാവായിട്ട് വാഴുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ 19ാമത്തെ അധ്യായം അഷ്ടമസ്കന്ധത്തിൽ പരിസമാപിക്കുന്നത്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും ഈ സൂചന തരുന്നുണ്ട്. മഹാബലി ഇന്ദ്രനോട് തന്നെ പറയുന്നുണ്ട്, നീ മൂഢനാണ് എന്ന്, ബുദ്ധിയില്ലാത്തവനാണ്. മോക്ഷപദം വരെ തന്ന് അനുഗ്രഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഭഗവാനോട് ഈ സ്വർഗാനുഭൂതികൾ ക്ഷയിക്കുന്ന നശിക്കുന്ന നാളെ ഇല്ലാതെ കണ്ടാവുന്നതായിട്ടുള്ള സ്വർഗാനുഭൂതികളെയാണല്ലോ നീ ചോദിച്ചു മേടിച്ചത്. ആ മുക്തിയെ, മോക്ഷത്തെ, പരമസായുജ്യത്തെ, ആ പാദത്തെയല്ലേ ചോദിക്കേണ്ടത്. അതിന് ബുദ്ധി പോയില്ലല്ലോ ഇന്ദ്ര. അതിനു പകരം നശിക്കുന്ന വസ്തുക്കളെയല്ലേ നീ ചോദിച്ചു മേടിച്ചത് എന്ന് അവിടെ മഹാബലി ചോദിക്കുന്നുണ്ട്. ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചിരിക്കണു. പാതാളത്തിൽ നിന്നും മഹാബലി സ്വബന്ധുമിത്രാദികളോടുകൂടി വസിക്കണു എന്ന് പറയുന്നുണ്ട്. അനുഗ്രഹ സമയത്ത് തന്നെ ഭഗവാൻ കൊടുത്ത മറ്റൊരു അനുഗ്രഹമാണ് ഞാൻ അങ്ങയുടെ ഗോപുരവാതിൽക്കലിൽ കാവലനായിക്കൊണ്ട് വാമനനായിക്കൊണ്ട് ഗതിയുമേന്തിക്കൊണ്ട് നിൽക്കാമെന്നും ആ സമയത്തൊരിക്കൽ രാവണൻ വന്നപ്പോഴ് ദിഗ്വിജയത്തിനായി വന്നപ്പോഴ് കടക്കരുത് എന്ന് പറഞ്ഞു. ശബ്ദം എവിടെന്നാ വരുന്നതെന്ന് കേട്ട് നോക്കി, കണ്ടില്ല. കാലെടുത്ത് വെച്ച് കടക്കാൻ നോക്കിയ രാവണനെ തൻ്റെ തള്ളവിരൽ കൊണ്ട് ഒന്ന് തോണ്ടിയെന്നും നേരെ ലങ്കയിലെ ഭാര്യയായ മണ്ഡോദരിയുടെ കക്ഷത്തിൽ ശയനമുറിയിൽ ചെന്ന് വീണു എന്നുമുള്ള ഒരു കഥയൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ ഭഗവാൻ മഹാബലിയെ
അടുത്ത സാവർണി എന്ന് പറഞ്ഞ ഈ വൈവസ്വത മന്വന്തരം 7ാമത്തെ കഴിഞ്ഞ് അടുത്ത 8ാമത്തെ മന്വന്തരം സാവർണി എന്ന് പറഞ്ഞ മന്വന്തരം വരുമ്പോൾ ആ മന്വന്തരാധിപനായിട്ട് മനുവായിട്ട് ആ